അയാൾ തല്ലണം. അയാളാണ് തല്ലിയത്. അയാൾ എന്തിനാ തല്ല? അയാൾ ചോറൂല് നീ കട്ടുന്നു. ചെറിയൊരു കിസ്സിങ് ഉണ്ടായി. മൈ ഗോഡ്. എന്താ പുതിയ പ്രശ്നം? എന്താടാ? തനിക്കൊന്നും അറിയണ്ടല്ലോ. എന്റെ മോളെ വിളിച്ചിറക്കി കാപ്പിപ്പൊടി തന്നെ അന്ന് ഞാൻ വാങ്ങിച്ചതാ. എന്നിട്ട് നീ എന്നോട് ആൾക്കാർ കേൾക്കും. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കും. ഒരു സംസാരമില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. എടുത്തു പറയാവുന്ന എന്തും മേന്മയാണോ എന്റെ വീട്ടിലുള്ളത്? അപ്പച്ച ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് വെറുതെ ടോണിയുടെ വീട്ടുകാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എടേ, നിന്നെ ഞാൻ പൊന്നുപോലെ വളർത്തിയത്. നിനക്കൊരു നല്ല കല്യാണം ഉണ്ടാകുന്നു, ജീവിതം ഉണ്ടാകുന്നു ആഗ്രഹിച്ച് നടക്കുന്നവനാ ഞാൻ. എന്റെ നാട്ടിനെ വല്ല നാട്ടിനെ പോയി കിടന്ന് കഷ്ടപ്പെടുക നിനക്ക് വേണ്ടി. ഞാൻ കിട്ടുന്ന തന്നെ മോള് തന്നല്ലോ. അപ്പച്ച എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി വേറെ കല്യാണം കഴിക്കണ്ട. ഞാൻ ഇവനെ കല്യാണം കഴിക്കുള്ളൂ. അവള് പറഞ്ഞ കേട്ടല്ലോ. പെമ്പിളേര് പറയണ എല്ലാവരും കേൾക്കും. ഒന്നും മിണ്ടാതിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കും. എടോ, നിങ്ങളുടെ മക്കളെ കോണമുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ടോടോ? എന്ത് കോണമുണ്ടായിട്ടാണോ എന്റെ മോളെ ഞാനിവിടെ കെട്ടിച്ചു കൊടുക്കുന്നത്? മര്യാദയ്ക്ക് ഒരു ജോലി ഉണ്ടോ ഇവന്? നാളെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ നടന്ന് ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി അത് നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പണിയൊക്കെ അവൻ കണ്ടുപിടിച്ചോളൂ. ശരി, ഒരു മാസം വേണ്ട.